ഈ ചേച്ചിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്. ആഹാരപ്രിയരുടെ നാവിലും സോഷ്യൽ മീഡിയ ടൈം ലൈനുകളിലും ഇപ്പോൾ ഒരേ ഒരു പേരാണുള്ളത്, കിളിമാനൂരിലെ ചട്നി മാമി. MC റോഡിലെ ഈ കൊച്ചു റെസ്റ്റോറന്റ് ഇന്ന് ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഇതിന് പ്രധാന കാരണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ കരുത്തനായ ബാഹുബലി ദോശയാണ്. 1.5 മീറ്ററോളം നീളമുള്ള ഈ ഭീമൻ ദോശ കാണാൻ തന്നെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ആളുകൾ കിളിമാനൂരിലെത്തുന്നത്. ധാരാളം വെണ്ണയും നെയ്യും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ദോശ രുചിയിലും ഒട്ടും പിന്നിലല്ല. ഞാൻ തിരുവനന്തപുരത്ത് കിളിമാനൂരുള്ള ചട്നി മാമി എന്ന റെസ്റ്റോറന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സെലിബ്രിറ്റീസ് അടക്കം നമ്മൾ വീഡിയോ ഇട്ട് പലരും കണ്ടിട്ടുണ്ടാകും ബാഹുബലി ദോശയെ കുറിച്ച്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് വിശാലമായ കാർ പാർക്ക് സൗകര്യം, ഒരു ഹൈജീൻ ഫുഡും കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ പ്രത്യേക താളത്തിൽ മണിയടിച്ചുകൊണ്ട് ആവേശത്തോടെയാണ് ഈ ഭീമൻ ദോശ ടേബിളുകളിൽ എത്തിക്കുന്നത്. ഈ കാഴ്ച കാണാനും ക്യാമറയിൽ പകർത്തുന്നതിനും ഇവിടെ എത്തുന്ന ഭക്ഷണ പ്രേമികൾക്ക് വലിയ ആവേശവുമാണ്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളുടെയും ഫുഡ് ബ്ലോഗർമാരുടെയും പ്രിയപ്പെട്ട ഇടമായി ഇവിടം മാറിക്കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ശാരിക ചേച്ചി കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു. ചേച്ചിയിട്ട് റിവ്യൂ കേട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ തന്നെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇരിക്കുന്നതാ കോമഡി ആർട്ടിസ്റ്റായി മറ്റൊരു താരം. നമുക്ക് പുള്ളിയോട് കേൾക്കാം ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച്. ചേട്ടാ, ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞങ്ങള് ഇവിടെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ചൂടൊക്കെ അല്ലേ, അങ്ങനെ വന്ന് കയറിയിരുന്നു. അമ്മയൊക്കെ പറയുമായിരുന്നു നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കണം. ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ്, നല്ല സർവീസ് ആണ്. പിന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും. ഹാപ്പിയെ കുറിച്ച് പറയാൻ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ നല്ലതാണ് ചട്നി മാമി. സ്നേഹത്തോടെ വരവേൽക്കാൻ ചട്നി മാമി എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ അതിഥികളെ സ്വീകരിക്കാൻ എപ്പോഴും നിറപുഞ്ചിരിയോടെ ചട്നി മാമി ഇവിടെ ഉണ്ടാകും. റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ചട്നി മാമി ഇവിടെ എത്തുന്നവർക്ക് ഒരു കൗതുക കാഴ്ച കൂടിയാണ്. ബാഹുബലി ദോശയ്ക്ക് പുറമെ ഇവിടെ മറ്റ് പല സ്പെഷ്യൽ ഐറ്റംസും ഉണ്ട്. വെജിറ്റേറിയൻ മാത്രമല്ല, ഹാപ്പിക്കോയും ഉണ്ട് ഇവിടെ. അതായത് നോൺ വെജ് ആവശ്യമുള്ളവർക്ക് അതിനായി പ്രത്യേക ഒരിടം. ചട്നി മാമിയിലെ ദോശ കഥകൾ കേട്ട ഇവിടം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മാത്രമാണ് എന്ന് ആരും കരുതണ്ട. തൊട്ടടുത്താണ് ഹാപ്പിക്കോ ഉള്ളത്. ഇതാണ് നമ്മുടെ ചട്നി മാമിയിലെ നോൺ വെജ് ഏരിയ. ഇതാണ് നേരത്തെ ചേച്ചി നമ്മളോട് പറഞ്ഞ വെജിറ്റേറിയൻ കൗണ്ടർ. ശരിക്കും ഞാനും അതിശയപ്പെട്ട ഒരു കാര്യം, ഇത്രയും മനോഹരമായ ഒരു സ്പേസും ഓപ്പൺ കിച്ചൺ ഏരിയയും ഇത് ഹൈജീനിക് ആണെന്നുള്ള. ശരിക്കും ഞാൻ ഇതുപോലെ റെസ്റ്റോറൻറ്റ് വേറെ കണ്ടിട്ടില്ല. ഇത് ഇവരുടെ തന്നെ നോൺ വെജ് റെസ്റ്റോറൻ്റ് ആയ മറ്റൊരു പുതു ഇടം കൂടിയാണ്. ചുരുക്കത്തിൽ വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും കിളിമാനൂർ വഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ പ്രധാന ഇടത്താവളമായി ഇപ്പോൾ ചട്നി മാമി മാറിക്കഴിഞ്ഞു. നമ്മൾ ഇത്ര നേരം കണ്ടതും കേട്ടതും ചട്നി മാമി വിശേഷങ്ങളായിരുന്നു. ഞാനിത് അധികമൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ വന്ന് കണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനോടൊപ്പം ദിവ്യ.